3 മാസം കൊണ്ട് നിങ്ങൾ 5 കിലോ കുറച്ച് തരാം എന്ന് പറയാനല്ല സെയിൽസ്. എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വേറെ പല ആൾക്കാരും സെല് ചെയ്യുന്നുണ്ട്, സെയിം പ്രൊഡക്റ്റ് തന്നെ. പക്ഷെ എൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമർ മേടിക്കണമെങ്കിൽ അതിനൊരു ഓരെ കൺവിൻസ് ചെയ്തിട്ട് എൻ്റെ പ്രൊഡക്റ്റിനെ ഓലെ കൊണ്ട് മേടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സെല്ലിങ് ടൈമിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ ആ പ്രൊഡക്റ്റിനെ ആക്ച്വലി സെല് ചെയ്യേണ്ടത്? സത്യത്തിൽ കസ്റ്റമർക്ക് നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒന്നും അല്ല വേണ്ടത്. ആ പ്രൊഡക്റ്റ് കസ്റ്റമറിൽ ഉണ്ടാക്കുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, അതാണ് സത്യത്തിൽ നമ്മൾ സെല് ചെയ്യേണ്ടത്. ഞാൻ ഉദാഹരണം പറയാം. ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന ഒരാളോട് 3 മാസം കൊണ്ട് നിങ്ങൾ 5 കിലോ കുറച്ച് തരാം എന്ന് പറയാനല്ല സെയിൽസ്. സെയിൽസ് എന്താണ്? കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു ഫിസിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ നമ്മൾ സെല് ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രാവൽ ആൻഡ് ഗ്രോ, ഇപ്പോൾ യൂറോപ്പോ ചൈനയോ ജപ്പാനോ ഒന്നും അല്ല സെല് ചെയ്യുന്നത്. ആക്ച്വലി ട്രാവൽ ആൻഡ് ഗ്രോ സെല് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആണ്, ഓർമ്മകളാണ് സെല് ചെയ്യുന്നത്. ആ ഒരു മെമ്മറി ക്രിയേറ്റിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അതാണ് സത്യത്തിൽ ട്രാവൽ ആൻഡ് ഗ്രോ സെല് ചെയ്യുന്നത്. ബ്രാൻഡുകൾ വിജയിക്കുന്നത് പ്രോഡക്റ്റ് കൊണ്ടോ സർവീസ് കൊണ്ടോ ഒന്നുമല്ല, ക്ലയൻസിൽ അല്ലെങ്കിൽ കസ്റ്റമറിൽ ഉണ്ടാക്കുന്ന മാറ്റം. മാറ്റം വരുമ്പോഴാണ് ആക്ച്വലി ആ പ്രൊഡക്റ്റ് അത് ബ്രാൻഡഡ് ആവുന്നത്.